ഈ ഭാഗം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരം. ഇതാ പൊങ്ങുന്ന പറയുന്ന ഭാഗം. ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാവയ്ക്ക കൊണ്ടാട്ടം അല്ലെങ്കിൽ കൈപ്പയ്ക്ക കൊണ്ടാട്ടം തയ്യാറാക്കിയാലോ. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഞാൻ നാട്ടിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് പാവയ്ക്ക കൊണ്ടാട്ടം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാവയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ എടുക്കാം. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചെടുത്തതാണ്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആക്ച്വലി 2 ദിവസമായി ഞാൻ വിചാരിക്കണം പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പാവയ്ക്ക വാങ്ങിച്ചതുണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഉണ്ടായതുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചില പാവയ്ക്കൊക്കെ ഇരുന്ന് എന്താ പറയുക, അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് പാവയ്ക്ക കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ 2 വശങ്ങളും കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. അതിനുശേഷം ഇതിപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് നല്ല കനം കുറച്ച് തന്നെ മുറിച്ചെടുക്കാം. എത്രയ്ക്ക് കട്ടി കുറച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ തന്നെ കട്ടി കുറച്ച് മുറിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുരുവൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കട്ടെ. ഞാൻ പാവയ്ക്കെല്ലാം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മാക്സിമം നമുക്ക് എത്ര കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും തന്നെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, എല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് തന്നെ. പാവയ്ക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ഉപ്പ് വേണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് തന്നെ കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കാതെ നമുക്ക് ഉണക്കിയെടുക്കാം. പക്ഷേ ഇതുപോലെ തയ്യാറാക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്ത് എടുത്തിട്ട് ഉണക്കിയിട്ട് വറുത്തെടുക്കണ ആ ഒരു പാവയ്ക്ക കൊണ്ടാട്ടുണ്ടല്ലോ, അത് നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊരിഞ്ഞു വരും, നന്നായിട്ട് വീർത്തൊക്കെ വരും. അല്ലാതെ വെറുതെ ഉണക്കിയെടുക്കണത് അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് വരുന്നത് നമ്മളിത് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് ഉണക്കിയെടുക്കണതായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലാവിടെയും ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ വേണ്ടത് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച പാവയ്ക്ക പീസസ് ഇട്ട് കൊടുക്കാം. താഴെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും ഇഡ്ഡലി പാത്രമാണ്. അപ്പോൾ മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് കുറേ കുരുവൊക്കെ ഇതുപോലെ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാവയ്ക്ക് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാട്ടോ, പുഴുവൊക്കെ ഉണ്ടോയെന്ന് ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യുക. ഞാനിപ്പോൾ കട്ട് ചെയ്തപ്പോൾ 2 പാവയ്ക്കയിൽ പുഴുണ്ടായിരുന്നു. ഇനി നമുക്കിത് അടച്ചതിന് ശേഷം നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടച്ചു വയ്ക്കുകയാണ്. സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. അതായത് പാവയ്ക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഇനി നമുക്കിത് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ കണ്ടോ, ഞാനത് മുറത്തിൽ വെച്ചിട്ടുണ്ട് ഉണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെറസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടണം, അല്ലെങ്കിൽ കേട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ഉണക്കിയെടുക്കാം. നമുക്ക് 1 ദിവസം അല്ലെങ്കിൽ മാക്സിമം 2 ദിവസമൊക്കെ പിടിക്കും, നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഉണക്കി ഇത് അടിപൊളിയായിട്ട് കണ്ടില്ലേ, റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട്, അതായത് നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. അപ്പോഴാണ് നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും ആവശ്യം എന്ന് വെച്ചാൽ അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് വറുത്തെടുക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ കൈപ്പയ്ക്ക വറുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് കൈപ്പയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കൈപ്പയ്ക്ക കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം.
അപ്പോൾ കണ്ടോ നമ്മുടെ കൈപ്പക്ക കൊണ്ടാട്ടം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം. പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടം എന്നൊക്കെ പറയുമ്പോൾ ആവശ്യമുള്ള സമയത്ത് കുറേശ്ശെ വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. വേണമെന്നുണ്ടെങ്കിൽ വറുത്ത് വെക്കാം, പക്ഷെ ഫ്രഷ് ആയിട്ട് വറുത്തിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ കണ്ടോ നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. കാണിക്കാറിനടുത്ത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ച നമ്മുടെ ചോറ് കൊണ്ടുള്ള കൊണ്ടാട്ടം അല്ലെങ്കിൽ റൈസ് കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ട്. അതുപോലെ ഇത് ഫ്രെയിംസ് ആണ് കേട്ടോ. ഇത് തെങ്ങിൻ്റെ ഉള്ളിലത്തെ പൊങ്ങാണ് കേട്ടോ. ഇവിടെ നിന്ന് തെങ്ങ് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, കുറേ വർഷം മുമ്പ്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് തെങ്ങിൻ്റെ പൂക്കിലാണ്. പൂക്കിലയുടെ ചെറുത്. വലുതുണ്ടോ മറ്റേ ഈ ഹൽവ ഉണ്ടാക്കുന്ന ടൈപ്പ്? അത് ഉപയോഗിച്ചിട്ട് പറ്റണമെങ്കിൽ നമുക്ക് ഇതിന്റെ വലുത് ഉപയോഗിച്ചിട്ട് പൂക്കുല ലേഹ്യം ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്തൊക്കെ കഴിക്കില്ലേ? അല്ലാതെയും കഴിക്കില്ല, ഈ ഏളിയൊക്കെ കഴിക്കില്ലേ ചിലർ, ബാക്ക് പെയിനൊക്കെ വേണ്ടിയിട്ട് കഴിക്കില്ലേ? അത് പറ്റണമെങ്കിൽ ഉണ്ടാക്കാം നമുക്ക്, ബാക്ക് പെയിൻ മാറാൻ വേണ്ടിട്ട്. അത് കണ്ടോ, ചെറിയ പൂക്കുല കണ്ടില്ലേ? ഇത് കണ്ടോ, ഇത് കുരുത്തോലയാണ് കേട്ടോ. കുരുത്തോലയുടെ ചെറുത്. ഇതും നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല സോഫ്റ്റാ. ഇത് കോഞ്ഞാട്ടാന്ന് പറയും, കൊളക്കൽ ലാംഗ്വേജാ. ഇതൊക്കെ അതിന് ഈ ഭാഗം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരം. ഇത് പൊങ്ങുന്ന പറയണ ഭാഗം. ഇത് പൂക്കലടയാ. ചെറിയ പൂക്കലമ്മ, അടിപൊളി. ഞാൻ കഴിച്ചത് ഇതിലും ചെറുതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുഞ്ഞു പൂക്കല ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് കഴിക്കാൻ പറ്റുമോ? തിന്നാൻ ഒരു ചവർപ്പ് രസം ഉണ്ടാവുന്നുള്ളൂ, നല്ലതാണ് ഇങ്ങനെ തിന്നണത്. കണ്ടോ, ചെറിയ പൂക്കലുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊളിച്ചെടുത്തതാ. ഇതിങ്ങനെ കഴിക്കാന്ന് പറയണു, ഗുണം കൂടുതലാന്ന് പറയണു ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക്. ചെറിയൊരു ഷാർപ്പ് രസം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. കാണാൻ നല്ല രസമുണ്ടല്ലോ. ഇത് കണ്ടോ, ചെറിയ പൂക്കല. ഇതൊക്കെ ഞാൻ കഴിക്കാൻ പോവാ. അങ്ങനെ കഴിപ്പൊന്നുമില്ല. കൊള്ളാം, ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറും. ആണോ നിങ്ങത്? ടേസ്റ്റ് നോക്കാം. പിന്നെ ഇത് അമ്മ ഓപ്പൺ ചെയ്യാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തിട്ടുണ്ടാവും? കുരുത്തോലൊക്കെ ഉണ്ടാവും.